കൊൽക്കത്ത ആർജി ഖർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ CBI ഹൈക്കോടതിയെ സമീപിച്ചു. പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടാണ് കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ബൽറാം, ഈ ആർജി ഖർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ അത് നിർഭയ കേസിന് സമാനമായ കേസായിരുന്നു. രാജ്യത്തെമ്പാടും ഈ പ്രതിക്ക് വധശിക്ഷ വേണം എന്നൊക്കെയുള്ള ഒരു പൊതുവായ വികാരം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ആ വധശിക്ഷ നൽകാത്തതിനുള്ള പ്രതിഷേധമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശക്തമായിരുന്നു. ഇപ്പോൾ CBI ഹൈക്കോടതിയെ സമീപിക്കുകയാണല്ലോ വിചാരണ കോടതി വിധിക്കെതിരെ. എന്താണ് അതിന്റെ മറ്റ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് നിർഭയ കേസിന് സമാനമായി തന്നെ കൊൽക്കത്ത ആർജി ഖർ മെഡിക്കൽ കോളേജിൽ റെസിഡന്റ് ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം എന്നുള്ളത്. ഈ കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്ക് സിയാൽദയിലെ വിചാരണ കോടതി നൽകിയ ആജീവനാന്തം തടവ് ശിക്ഷ, അതിന് എതിരെയാണ് CBI കൊൽക്കത്ത ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. പ്രതിക്ക് വധശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമാണ് പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നും സമൂഹത്തിന് ഗുണം ചെയ്യേണ്ട ഒരു ഡോക്ടറെയാണ് പ്രതി ഇത്തരത്തിൽ ദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നും ഒപ്പം തന്നെ ഈ പ്രതി തിരുത്താൻ കഴിയാത്ത ഒരു കുറ്റവാളിയാണ് എന്നുമാണ് CBIയുടെ ഈ അപേക്ഷയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ഇതിനെതിരെ CBI രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ ആർജി ഖർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരും CBIയും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെയാണ് CBI ഈ അപ്പീൽ നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ കേസിൽ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചതിനെതിരെ CBI രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസിൽ അപ്പീൽ നൽകാനുള്ള അവകാശം കേന്ദ്ര ഏജൻസിക്ക് തന്നെയാണ് എന്ന് നേരത്തെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ അപ്പീലിന് സാധുതയില്ല എന്നും CBI വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ CBI ഈ ആവശ്യം ഇതിന് പിന്നാലെ CBI ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു.